പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സെമി സിൽക്കിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. എൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും അതുപോലെ സ്കാറ്റേഡ് ആയിട്ടും ഇതിൽ ഈ ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ട്. പിങ്ക്, ഗ്രീൻ എന്നീ ഷെയ്ഡുകളിലാണ് ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കളേഴ്സ് നമുക്ക് കാണാം. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ അതിനോട് കോമ്പിനേഷനായിട്ട് വരുന്ന കളേഴ്സിലാണ് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഹാഫായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണിത് വരിക. റേറ്റ് വരുന്നത് 1805 ആണ്. നല്ലൊരു സാൻഡൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാ കളർ ഷെയ്ഡുകളും നല്ല ഇതിലാണ് വന്നിരിക്കുന്നത്. അതായത് ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ ഷെയ്ഡുകളാണ് ഇതെല്ലാം. അതുപോലെ ഒത്തിരി ഡാർക്കല്ല, എന്നാൽ നല്ല കളേഴ്സിൽ തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ക്രോസ് സ്റ്റിച്ച് അതിനോട് തന്നെ കോമ്പിനേഷനായിട്ടുള്ള കളറിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഓൾ ഓവർ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1805 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനോട് കോമ്പിനേഷനായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചാണ് ഇതിൽ ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും അതുപോലെ ഡെയിലി വെയർ ആയിട്ടും എങ്ങനെ വേണേലും യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണിത്. സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് ആ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല്ലു. ആ പിങ്കിനോട് കോമ്പിനേഷനായിട്ടുള്ള കളറിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നതും. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. റേറ്റ് വരുന്നത് 1805 ആണ്. ഇതൊരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ഗ്രേയും കൂടെ ബ്ലെൻഡ് ചെയ്ത ബ്ലൂ ഷെയ്ഡ്. അതിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷനിൽ എന്ന് പറഞ്ഞാൽ അതിന് കോമ്പിനേഷനായിട്ടുള്ളത് തന്നെയാണ് ഇതിൽ ക്രോസ് സ്റ്റിച്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമുക്കിത് 1 ലെയറായിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ടും നമുക്ക് ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. സെമി സിൽക്കിൽ ബ്രഷ് പെയിൻ്റാണ് ഇതിൽ വരുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരിക. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ബോഡി പാർട്ടിൽ വരുന്ന ഡിസൈൻ. ബ്രഷ് പെയിൻ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. ഒരു സെൽഫായിട്ടൊരു ലൈൻ പോലെ വരുന്നുമുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ആ ബ്രഷ് പെയിൻറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1485 ആണ്. ഒണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ബ്രഷ് പെയിൻറ്റ് തന്നെയാണ് വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇങ്ങനെ പല്ലു വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഹാഫായിട്ട് ആ ബ്രഷ് പെയിൻറ്റ് വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1485 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക.